ഗായ്സ്, എനിക്കൊരു പരാതി വരാനുണ്ട്. കാരണം ഞങ്ങൾ ജാമ്യ മില്ലിയയിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഇന്റേണൽ എക്സാം എന്താ വെച്ചാല് ഈ പണ്ടുള്ള കവികൾ ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളെ അറബിയിൽ ഫറസ്ദക്ക് ജരീർ അങ്ങനെ കുറച്ച് കവികളുണ്ട്, ഫേമസ് ആൾക്കാർ. ഓല് അങ്ങോട്ട് കളിയാക്കിയത്, ഓല് ഇങ്ങോട്ട് കളിയാക്കിയത്, ഓല് അങ്ങോട്ട് ഊക്കിയത്, നല്ലടാ ബോഡി ഷെയിം ചെയ്തിട്ട് ഊക്കിയ കവിതകള് നമ്മളെ കൊണ്ട് സിലബസിൽ ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു, സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവല് അങ്ങോട്ട് കളിയാക്കിയത്, ഇങ്ങോട്ട് കളിയാക്കിയത്, പിന്നെ അതേമാതിരി ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കണ്ടത്, അതൊക്കെയാണ് നമ്മളിങ്ങനെ കാണാൻ പഠിക്കണമെങ്കിൽ. ഞാനിപ്പോൾ ഒരു വ്ളോഗറാണ്, ഞാൻ വ്ളോഗൊക്കെ ഇടലുണ്ട്, എന്നും വ്ളോഗ് ഇടലുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് തോന്നിയത് പറയണം, എനിക്ക് കളിയാക്കാൻ തോന്നിയത് കളിയാക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 100-200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കേരള സിലബസിൽ ഇന്റെ വ്ളോഗ് കൊണ്ടുവരണോ? കാരണം ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ പുസ്തകമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാവരും കമ്പ്യൂട്ടർ ഫുള്ള് പഠനമാവുമല്ലോ. ഇപ്പോൾ ഇന്റേണൽ എക്സാമിന് ഓക്കേനാഷിന്റെ വ്ളോഗ്, പിന്നെ ഇപ്പോൾ ഫസ്റ്റ് സെമ്മിന് ഓക്കേനാഷിന്റെ വ്ളോഗ്, കുറെ എക്സാമ്പിൾ ഇട്ടാ. ഇനി സെക്കൻഡ് സെമ്മിന് മറ്റേ സൂപ്പർ വാവിന്റെ വ്ളോഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ വ്ളോഗ് മറ്റേ സിലബസിൽ വരുത്തുകയാണെങ്കിൽ അടിപൊളിയായില്ലേ? ഞാനതാ നോക്കണേ. പണ്ടത്തെ കവികൾ ഓരോർക്ക് തോന്നി എന്തൊക്കെ, എന്നിട്ട് കുട്ടികളെ എക്സാമിന് ടൈം ആകുമ്പോൾ ഇങ്ങനെ എൻ്റെ വ്ളോഗ് ഇങ്ങനെ പഠിക്കുക. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയാണ് എൻ്റെ വ്ളോഗ് ഇങ്ങനെ പഠിക്കാം. ഹലോ ഗായ്സ്, ഞാൻ ഉള്ളത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിക്ക് മൂത്രയിക്കാൻ പോകണേ, അല്ലെങ്കിൽ ഹലോ ഗായ്സ് ഞാൻ ഉള്ളത് ട്രെയിനിലാണ്, ഹലോ ഗായ്സ് ഞാൻ ഇപ്പോൾ തൊട്ടിലെട്ടിയാണ് പോകണത്. അതിങ്ങനെ കുട്ടികൾ പഠിക്കുന്ന ഒരു കാലം ആലോചിച്ച് നോക്കിയാണ്. ഞാൻ ഇങ്ങനെ മരിച്ചെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. മൈ വ്ളോഗ്.